സത്യൻ അന്തിക്കാട്, ജോൺസൺ കൂട്ടുകെട്ട്, ഇവരുടെ ഒരുപാട് ഗാനങ്ങൾ നമ്മൾ ഇപ്പോഴും റിപ്പീറ്റായിട്ട് കേൾക്കുന്നതാണ്. ഒരു വല്ലാത്തൊരു ആത്മബന്ധമാണ് ജോൺസൺ മാഷിനായിട്ട് സത്യൻ അന്തിക്കാട് ഉള്ളത്. സത്യൻ അന്തിക്കാട് തന്നെ പലപ്പോഴും ഇപ്പോഴും പല ഇൻ്റർവ്യൂസിലും പറയുന്നതാണ്. അപ്പോൾ ഇവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഇൻസിഡൻസ് അതാണ് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. ജോൺസൺ മാഷിൻ്റെ പാട്ടുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ തലമുറയും അത് ഏറ്റുപാടുന്നതാണ്. അപ്പോൾ സത്യൻ അന്തിക്കാട് ജോൺസൺ മാഷിനെ കുറിച്ച് ഈ അടുത്ത് എഴുതിയ ഒരു ആർട്ടിക്കിൾ, അപ്പോൾ അതിൽ ഞാൻ വായിച്ചത് അദ്ദേഹം പറഞ്ഞത് പലപ്പോഴും മരണത്തിന് ശേഷമാണ് പല മഹാന്മാരുടെ മഹത്വം നമ്മൾ അറിയുന്നത്. അതിൽ ലോഹിദാസിനെ കുറിച്ചും ജോൺസൺ മാഷിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. കാരണം ജോൺസൺ മാഷിൻ്റെ ഗാനങ്ങൾ ഒരു പക്ഷേ അന്നത്തെക്കാട്ടും കൂടുതൽ ആഘോഷിക്കുന്ന ഇന്നാണ്. പ്രത്യേകിച്ച് ജോൺസൺ മാഷ്, മഴ, കട്ടൻ ചായ, അന്തസ് എന്ന് പറയുന്ന സാധനമൊക്കെ ഇന്നാണല്ലോ അത് ഏറ്റവും കൂടുതൽ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്നത്. എനിക്കൂടെ ജോൺസൺ മാഷിൻ്റെ പാട്ടുകൾ അന്നത്തെക്കാട്ടും കൂടുതൽ അന്ന് ജനിക്കാത്ത ഒരു 80s ജനിക്കാത്ത പല കുട്ടികൾ, അല്ലെങ്കിൽ 90s ജനിക്കാത്തവർ, ഇന്നത്തെ ഒരു 2K കിഡ്സൊക്കെ ഇന്ന് ഏറ്റുപാടുന്ന ജോൺസൺ മാഷിൻ്റെ പാട്ടുകൾ കവർ സോങ് ആയിട്ടൊക്കെ ഏറ്റുപാടുന്നുണ്ട്. അപ്പോൾ ജോൺസൺ മാഷിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കഴിവും അദ്ദേഹത്തിൻ്റെ ഒരു ഗാനം രൂപപ്പെടുത്തുന്നതിനെ കുറിച്ചൊക്കെ സത്യൻ അന്തിക്കാട് പറയാറുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വരവേൽപ്പ് എന്ന് പറയുന്ന ഒരു സിനിമയിലെ ഒരു പാട്ട്. അപ്പോൾ വരവേൽപ്പിന് കൈതപ്രമാണ് അതിൻ്റെ ഗാനരചന. അപ്പോൾ വരവേൽപ്പിൽ ശരിക്ക് വെള്ളാര പൂമല എന്ന് പറയുന്ന ആ ഒരു സോങ് അത് ശരിക്ക് ഈ അടുത്ത് ധ്യാൻ ശ്രീനിവാസൻ്റെ ഒരു സിനിമയിലൂടെ നമ്മളത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ധ്യാനും ആ ഒരു പാട്ടിനോട് വളരെ ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ടത് എനിക്കൊന്ന് നദികളിൽ സുന്ദരി യമുന എന്ന് പറഞ്ഞ ഒരു പടത്തിലായിരുന്നു. അപ്പോൾ വെള്ളാര പൂമല എന്ന് പറഞ്ഞ ഒരു പാട്ട് ഇതുപോലെ ജോൺസൺ മാഷ് ആദ്യം കൈതപ്രം വരികൾ എഴുതി ജോൺസൺ മാഷ് മ്യൂസിക് ചെയ്തു. അതിൻ്റെ ഒരു കമ്പോസിങ് കഴിഞ്ഞിട്ട് വേറൊരു പാട്ടും കൂടി ഉണ്ട്. അപ്പോൾ ഒരു സിറ്റുവേഷൻ സത്യൻ അന്തിക്കാട് പറഞ്ഞു. അപ്പോൾ അത് ആ ഒരു സെക്കൻഡ് ഹാഫിലോട്ട് വരുന്നതാണ്. അപ്പോൾ ജോൺസൺ മാഷ് അത് കേട്ടിട്ട് പറഞ്ഞത് ഇതിൽ പ്രണയം മാത്രം പോരാ, കാരണം ഇതിലൊരു വിരഹവും നിസ്സഹായ അവസ്ഥയും കുറച്ച് ദുഃഖമൊക്കെ ഉണ്ട്. കാരണം മോഹൻലാലെല്ലാം തകർന്നു നിൽക്കുന്നു, ഈ പറഞ്ഞ രേവതിയായിട്ടുള്ള ഒരു ബന്ധം, ഇതെല്ലാം കൂടി വരുന്ന ഒരു സമയമാണ്. അപ്പോൾ പറഞ്ഞു കുറച്ച് വിരഹമൊക്കെ വേണം. എന്നിട്ട് ജോൺസൺ മാഷ് കൈതപ്രത്തിനോട് പറഞ്ഞു, ഞാൻ ഇതിനൊരു മ്യൂസിക് ഇടാം, അതിന് വരി എഴുതാൻ പറ്റുമോ? കാരണം ഇന്ന് അങ്ങനെയാണ്, അന്നത്തെ കാലത്തൊക്കെ വരികൾ എഴുതിയിട്ടായിരിക്കും മ്യൂസിക് വരുന്നത്. കൂടുതലും അങ്ങനെയൊക്കെ ആയിരുന്നു അന്ന്. അപ്പോൾ കൈതപ്രത്തിനോട് പറ്റുമോ എന്ന് വെച്ചപ്പോൾ കൈതപ്രം ഒരു വാശി. കാരണം കൈതപ്രം പുതിയ ആളാണ്. അപ്പോൾ അന്ന് പ്രായം കൊണ്ടല്ല, എക്സ്പീരിയൻസ് കൊണ്ട് കൈതപ്രം വന്ന് സിനിമയിലോട്ട് വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ കൈതപ്രം പറഞ്ഞു, ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു മ്യൂസിക് ജോൺസൺ ഉണ്ടാക്കി. കൈതപ്രം അപ്പം തന്നെ വരികൾ എഴുതി. അതാണ് ദൂരെ ദൂരെ സാഗരം എന്ന് പറയുന്ന ആ ഒരു പാട്ട്. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ തന്നെ സത്യൻ അന്തിക്കാടിനെ മാറ്റി നിർത്തി ജോൺസൺ മാഷ് പറഞ്ഞു, ആൾ ചില്ലറക്കാരനല്ല, ഒരു കവിത മാത്രമല്ല, ആളുടെ ഉള്ളിൽ സംഗീതമുണ്ട്. പിന്നീട് നമുക്കറിയാം കൈതപ്രം സംഗീതം സംവിധാനം വരെ നിർവഹിച്ചിട്ടുണ്ട്. അപ്പോൾ വരവേൽപ്പ് എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു ഇൻസിഡൻറ്റ് അങ്ങനെയായിരുന്നു. ഇതുപോലെ തന്നെ പിന്നീട് വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ, അതിന് മുമ്പ് സ്നേഹസാഗരം എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഒരു ഇൻസിഡൻറ്റ്. ഇതേപോലെ സ്നേഹസാഗരത്തിൻ്റെ ഒരു പ്ലാനിങ് കാര്യങ്ങളൊക്കെ 92 ഒരു സിനിമ, വരവേൽപ്പ് 89 അപ്പോൾ സ്നേഹസാഗരത്തിൻ്റെ കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്തു. കമ്പോസിങ്ങിൻ്റെ ടൈമൊക്കെ ഫിക്സ് ചെയ്ത് നിൽക്കുന്ന ഒരു സമയത്ത് അന്ന് ജോൺസൺ തിരുവനന്തപുരത്ത് നിന്ന് ഒരു ട്രെയിനിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ട്രെയിനിൽ നിന്ന് വീണിട്ട് അദ്ദേഹം കോട്ടയത്തിൻ്റെ പത്ത് രാത്രി വരുന്നു. അപ്പോൾ അപകടം പറ്റി വീണ് കിടക്കുന്നത് ജോൺസൺ മാഷാണെന്നൊന്നും ആർക്കും അറിയില്ല. ആൾക്കാർ ആരൊക്കെയും എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടെത്തിച്ചു. പിന്നീടാണ് അത് ജോൺസൺ മാഷാണെന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ അന്ന് ജോൺസൺ മാഷ് അവിടെ സത്യൻ അന്തിക്കാട് അറിഞ്ഞ് ഹോസ്പിറ്റലിലെത്തി. അപ്പോൾ കുറച്ച് അപകടം പറ്റിയിട്ടുണ്ട്, വലിയ അപകടമല്ല എങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ജോൺസൺ മാഷ് പറഞ്ഞു, എനിക്ക് പെട്ടെന്നൊരു മ്യൂസിക്കൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ സത്യൻ വേണമെങ്കിൽ വേറെ ആരെങ്കിലും നോക്കിക്കോളൂ, വേറെ മ്യൂസിക് ഡയറക്ടറെ. അപ്പോൾ സത്യൻ അന്തിക്കാട് തമാശ രൂപേണയായിട്ട് പറഞ്ഞു, നിങ്ങളെ മരണത്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുവന്നിട്ട് ദൈവം തിരിച്ചു കൊണ്ടുവന്നത് ഒരു പക്ഷേ എൻ്റെ സിനിമയ്ക്ക് മ്യൂസിക് ചെയ്യാൻ വേണ്ടിയിരിക്കും, അതുകൊണ്ട് നിങ്ങൾ തന്നെ ചെയ്താൽ മതി. അങ്ങനെ ആ ഒരു ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഡിസ്ചാർജൊക്കെ ആയി. കുറച്ച് മുറിവും കാര്യങ്ങളൊക്കെ ഉണ്ട്, എങ്കിലും ഒരു ബാൻഡേജൊക്കെ കെട്ടിയിട്ടൊക്കെ ജോൺസൺ മാഷി ചെയ്ത പാട്ടായിരുന്നു സ്നേഹസാഗരത്തിലെ. നമ്മൾ ഇന്ന് കേൾക്കുന്ന സ്നേഹസാഗരത്തിലെ ഒരുപാട് നല്ല നല്ല പാട്ടുകളുണ്ട്. അപ്പോൾ ആ പാട്ടുകളൊക്കെ അതിനുശേഷം സംഭവിച്ചിട്ടുള്ള അതിനുശേഷം ഈ ആക്സിഡൻറ്റ് പറ്റി ആ ഒരു വേദനയൊക്കെ സഹിച്ചുകൊണ്ട് തന്നെ ജോൺസൺ മാഷ് ചെയ്ത പാട്ടുകളാണ്. ഇത് കഴിഞ്ഞ് പിന്നീട് വീണ്ടും ചില വീട്ടുകാര്യങ്ങളെന്ന് പറയുന്ന ഒരു സിനിമയുടെ ആ ഒരു സമയത്ത് നടന്നൊരു ഇൻസിഡൻറ്റ്. ഇതുപോലെ അതിൽ ഷൂട്ട് നടക്കുകയാണ്. അപ്പോൾ ഷൂട്ട് നടക്കുമ്പോൾ ആ ഒരു സിനിമയിൽ സംയുക്ത വർമ്മയും ജയറാമുമായിട്ടുള്ള സീനുണ്ട്. അപ്പോൾ അതിലൊരു സ്വപ്ന സീനാണ്. അതിൽ ജയറാം ആലോചിക്കുന്നതായിട്ടൊക്കെയാണ്. അപ്പോൾ അതിനൊരു സ്വപ്ന സീനായതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ആർട്ട് വർക്കും ഒക്കെ അങ്ങനെയാണ്. അതിലെന്തൊക്കെ ഓരോ ബൾബൊക്കെ കത്തിച്ചിട്ട്, അപ്പോൾ അതിൽ നെടുമുടി വേണു ജയറാമിനെ സംയുക്ത വീട്ടിലോട്ടാക്കിയിട്ട് ഞാൻ കോഴിമുട്ട മേടിച്ചിട്ട് വരാമെന്നോ സോഡ മേടിച്ചിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അവിടെ വെച്ചിട്ട് ഇവർ തമ്മിലുള്ള ഒരു സംസാരം, ഇവർ തമ്മിൽ സംയുക്ത വർമ്മയും ജയറാമും നടക്കുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ സത്യൻ അന്തിക്കാട് ഒരു ലോങ് ട്രോളി സെറ്റ് ചെയ്തിട്ട് ഒരു ഷോട്ടാണ് പ്ലാൻ ചെയ്തത്. എന്നിട്ട് മനസ്സിൽ ആ സമയത്ത് KPSCയിലെ ഒരു നാടകത്തിലെ ഒരു പാട്ട് അദ്ദേഹം മൂളി സത്യൻ അന്തിക്കാട്. എന്നിട്ട് പറഞ്ഞു, ഇത്
റെക്കോർഡ് ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഒരു പാട്ട് എന്ന് ജോൺസൺ മാഷിനോട് പറയണം. ഇപ്പം എന്തായാലും ഇതാണ് പുള്ളിയുടെ മനസ്സിൽ വെച്ചു സത്യൻ അന്തിക്കാട്. ആ ഒരു മൂഡിന് പറ്റിയ ഒരു ആംബിയൻസ് അതാണ്. അദ്ദേഹം ആ പാട്ട് ഇങ്ങനെ മൂളിക്കൊണ്ടിരുന്നു, ആ ഒരു നാടകഗാനം മൂളിക്കൊണ്ടിരുന്നു. ഇത് കഴിഞ്ഞ് പിന്നെ ഒരു ഷൂട്ട് കഴിഞ്ഞു. എൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷനൊക്കെ നടക്കുന്ന സമയത്ത് എല്ലാം ഏകദേശം 2 മാസങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ റീ റെക്കോർഡിങ്, ഇതിൻ്റെ BGM കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത്. ആ സമയത്ത് ജോൺസനായിട്ട് സത്യൻ അന്തിക്കാട് ചെറുതായിട്ടൊരു സൗന്ദര്യപ്പിണക്കം. അപ്പോൾ അവർ തമ്മിൽ ആവശ്യത്തിന് മാത്രമേ മിണ്ടുന്നുള്ളൂ. അപ്പോൾ അധികം മിണ്ടാൻ വയ്യ. അപ്പോൾ സത്യൻ അന്തിക്കാട് ഈ കാര്യങ്ങളൊക്കെ മറന്നു. ഷൂട്ടിൻ്റെ സമയത്ത് ഈ ഒരു നാടകം സോങ് ചെയ്യാമെന്ന് ആലോചിച്ചെന്നൊക്കെ മറന്നു. അപ്പോൾ ആ സീൻ എത്തിക്കഴിഞ്ഞപ്പോൾ ജോൺസൺ സത്യൻ അന്തിക്കാടിൻ്റെ അടുത്ത് പറഞ്ഞു, സത്യ നമുക്ക് ഇവിടെ KPCയുടെ അതേ ഒരു പാട്ട് തന്നെ, നമുക്ക് അതുപോലത്തെ ഒരു പാട്ട്, ആ പാട്ടിൻ്റെ ഒരു ഫ്ലൂട്ടോ ഒരു വയലിനോ നമുക്ക് ഇവിടെ വായിച്ചു കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും. അപ്പോഴാണ് സത്യൻ അന്തിക്കാട് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തത്. സത്യൻ അന്തിക്കാട് അപ്പം തന്നെ ജോൺസൺ മാഷിനെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇത് തന്നെയെന്ന് എൻ്റെ മനസ്സിൽ. എന്നിട്ട് പറഞ്ഞു, അതാണ് ഞങ്ങൾ തമ്മിലുള്ള ഒരു റാപ്പോ. അത് കഴിഞ്ഞിട്ട് പിന്നീട് എനിക്ക് തോന്നുന്നു ഒരു കൊച്ചു സന്തോഷങ്ങളിൽ വീട്ടുകാര്യങ്ങൾ കൊച്ചു സന്തോഷങ്ങളിൽ ഇളയരാജേനെ കൊണ്ടുവന്നു. അപ്പോൾ ഇളയരാജേനെ അന്ന് കൊണ്ടുവരുമ്പോൾ ജോൺസൺ മാഷിനോട് സത്യൻ അന്തിക്കാട് ചോദിച്ചു, ഞാൻ ഇളയരാജനെ അടുത്ത സിനിമയിൽ ട്രൈ ചെയ്തൂടെ എന്ന് ചോദിച്ചപ്പോൾ ജോൺസൺ പറഞ്ഞത്, നമ്മൾ സുഹൃത്തുക്കളായത് സിനിമ കാരണമാണ്, പക്ഷെ നമ്മുടെ സൗഹൃദം നിലനിൽക്കാൻ ഇനി ഒരിക്കലും സിനിമ വേണമെന്നില്ല, നിങ്ങൾ വേറെ ആളുകളെയും ട്രൈ ചെയ്യണം, വ്യത്യസ്തമായിട്ടുള്ള മ്യൂസിക്കുകൾ നിങ്ങൾക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. അങ്ങനെയാണ് പിന്നീട് ഇളയരാജേനെ കൊണ്ടുവന്നത്. അത് കഴിഞ്ഞിട്ട് യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ വീണ്ടും ജോൺസൺ മാഷിനെ കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് മനസ്സിനക്കരെ എത്തിക്കഴിഞ്ഞാൽ ഇളയരാജ. പിന്നീട് എനിക്ക് തോന്നുന്നു പിന്നെ സ്ഥിരമായിട്ട് ഇളയരാജ തന്നെയായിരുന്നു. പിന്നെ ജോൺസണും പിന്നെ അധികം സജീവമല്ലായിരുന്നല്ലോ. 2003 ശേഷം അധികം സജീവമല്ലായിരുന്നു. പിന്നെ അദ്ദേഹം വളരെ പെട്ടെന്ന് വിട്ടുപോയി. അദ്ദേഹം മരിച്ച ശേഷമാണ് അദ്ദേഹത്തിൻ്റെ മകൻ ഒരു ആക്സിഡൻറ്റിൽ മരിക്കുന്നു. മകള് മ്യൂസിക് ഡയറക്ഷനിലേക്ക് ഇങ്ങനെ ആക്റ്റീവായി നിൽക്കുന്നൊരു സമയത്ത് മകളും ഇതുപോലെ തന്നെ മരിക്കുന്നു. ഇപ്പോൾ ഭാര്യ മാത്രമേ ഉള്ളൂ. അപ്പോൾ സത്യൻ അന്തിക്കാട് പറഞ്ഞ ജോൺസന് ഭയങ്കര കുടുംബമായിട്ട് വളരെ അടുപ്പമായിരുന്നു. അദ്ദേഹം ചെന്നൈയിൽ റെക്കോർഡിങ് ഉള്ളപ്പോഴും, അതായത് ചെന്നൈയിലാണ് വീട്ടുകാരൊക്കെ ചെന്നൈയിൽ തന്നെയാണ്. അപ്പോൾ എപ്പോഴും അദ്ദേഹത്തിന് വീട്ടിൽ തന്നെ നിൽക്കണം. അപ്പോൾ പലപ്പോഴും റെക്കോർഡിങ്ങിൻ്റെ ഇടയ്ക്ക് പോലും വീട്ടിലേക്ക് ഫോൺ വിളിക്കും, വീട്ടിലേക്ക് സാധനങ്ങൾ മേടിച്ചു, എല്ലാം വീട്ടിലെ കാര്യങ്ങൾ അദ്ദേഹത്തിന് ശ്രദ്ധിക്കണം. നാട്ടിൽ വന്നാലും പെട്ടെന്ന് വീട്ടിൽ പോകണം, അങ്ങനെയൊന്നും അദ്ദേഹത്തിൻ്റെ ഒക്കെ ഒരു ചിന്ത. പലപ്പോഴും ഇവർ കേരളത്തിലോട്ട് വന്നിട്ടൊക്കെ ഒരു മ്യൂസിക്കും കാര്യങ്ങളൊക്കെ കമ്പോസിങ് ഒക്കെ, പക്ഷെ അത് കഴിഞ്ഞ ഉടനെ അദ്ദേഹത്തിന് വീണ്ടും ചെന്നൈയിലേക്ക് ഓടി പോകണം. അപ്പോൾ അത്ര ഒരു ഫാമിലി മാനും കൂടിയായിരുന്നു ജോൺസൺ മാഷ്. സത്യൻ അന്തിക്കാടിൻ്റെ ഒരു വേർഷനാണ്. ഇതുപോലെ പല ഡയറക്ടേഴ്സിനും പല കഥകൾ ജോൺസൺ മാഷിനെ കുറിച്ച് പറയാനുള്ളത്. പലതും നമ്മൾ തന്നെ പല എപ്പിസോഡ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ പറഞ്ഞ വരവേൽപ്പ്, വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ, സ്നേഹസാഗരം, ഈ ഒരു 3 സിനിമയെക്കുറിച്ചുള്ള ചില ഇൻസിഡൻസാണ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാൻ തോന്നിയത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള ഈ ഒരു പാട്ടുകളെക്കുറിച്ചും ഇപ്പോൾ പ്രത്യേകിച്ച് വീണ്ടും ചില വീട്ടുകാര്യങ്ങളിലെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇനി നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ജോൺസൺ മാഷ് ചെയ്തിരിക്കുന്ന ആ ഒരു വയലിനും ഫ്ലൂട്ടാണോ വയലാണോ എനിക്ക് ഓർമ്മയില്ല, ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിൻ്റെ ആ ഒരു മഹത്വം അത് നിങ്ങളത് ഇപ്പോൾ ഇനി കേൾക്കുമ്പോൾ മനസ്സിലാവും.